ഒരു പതിറ്റാണ്ട് കാലം പ്രതിപക്ഷത്തിരുന്ന UDFനെ മഹാഭൂരിപക്ഷത്തോടെയാണ് 2026 ഇലക്ഷനിൽ ജനങ്ങൾ വിജയിപ്പിച്ചത്. മാറ്റമുണ്ടാകണമെന്ന ജനകീയാഭിലാഷത്തിൻ്റെ ബഹിർസ്ഫുരണമായിരുന്നു 102 സീറ്റുകളോടെ UDFന് ജനങ്ങൾ നൽകിയ ആ വലിയ വിജയം. ജനം തളികയിൽ വെച്ചു നീട്ടിയ ആ മഹാവിധിയെ നിന്ദിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് കോൺഗ്രസ് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അധികാരമോഹത്തെ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ജനങ്ങളെ വിവാദത്തിൻ്റെ തുടക്കത്തിൽ അഭിമുഖീകരിച്ചത്. ജനാധിപത്യത്തോടും ജനവിധിയോടും പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. ഭാഗ്യകരമാണെന്ന് പറഞ്ഞാൽ പോരാ, ഇത് നിന്നാർഹമാണ്. തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും അസാമിലും എല്ലാ സ്ഥലത്തും ഗവൺമെൻറ്റുകൾ രൂപീകരിച്ചു. ഇപ്പോഴും മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തിന് നാളെ നാളെ എന്ന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്. ദൈനംദിന പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നല്ലാതെ നയപരമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ സംസ്ഥാനം സ്തംഭിച്ചിരിക്കുകയാണ്. അപകടത്തിൽ മരണപ്പെട്ട കുടുംബത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം അനുവദിക്കണം, സഹായം അനുവദിക്കണം. ആരാണ് അതിന് ഓർഡർ നൽകുക? മന്ത്രിമാർ വരാതെ വകുപ്പ് സെക്രട്ടറിമാർക്ക് ഒരു തീരുമാനവും എടുക്കാൻ കഴിയില്ല. മന്ത്രിസഭ രൂപീകരണത്തിന് ഇനിയും ദിവസങ്ങൾ എടുത്താൽ നമ്മുടെ ഭരണ സംവിധാനമാകെ അവതാളത്തിലാകാനാണ് സാധ്യത. ഇത് കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയില്ല. ആധിപത്യത്തോടും അതിൻ്റെ സത്തയായ ജനങ്ങളോടും കാണിക്കുന്ന അനാദരവാണ് ഇത് എന്ന കാര്യത്തിൽ തർക്കമില്ല. കൂടിയാലോചനകൾ രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമാണ് എന്ന് ന്യായീകരിക്കാം. എന്നാൽ ഈ കാലതാമസം അക്ഷന്തവ്യമാണ്. കേരളം നൽകിയ അസാധാരണമായ ജനവിധിയെയാണ് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം ഇപ്പോൾ അപമാനിച്ചു കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ ആ പാർട്ടിയിലും മുന്നണിയിലും അർപ്പിച്ച വിശ്വാസത്തിൻ്റെ ലംഘനമാണിത്. ജനത്തിന് ഏതാണ്ട് ഈ ഡ്രാമ മടുത്തു കഴിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി പദ തീരുമാനം വൈകുന്ന ഓരോ നിമിഷത്തിലും കോൺഗ്രസ് പ്രസ്ഥാനത്തിനുമേൽ കരിനിഴൽ കനക്കുകയാണ്. ഈ കൃത്യവിലോപത്തിനും അധികാര ദുർമോഹത്തിനും തമ്മിലടിക്കും കോൺഗ്രസ് ജനങ്ങളോട് കണക്ക് പറയേണ്ടി വരും.